എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. T20 ലോകകപ്പ് 2026ന്റെ സൂപ്പർ 8 പോരാട്ടങ്ങൾ അതിന്റെ ഏറ്റവും ആവേശകരമായ വഴിത്തിരിവിലേക്ക് കടക്കുമ്പോൾ ക്രിക്കറ്റ് ലോകം ഇന്നുവരെ കാണാത്തത്ര വലിയൊരു വാക്പോരനാണ് ചെന്നൈ ചെപ്പോക്ക് സ്റ്റേഡിയം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. കളിക്കളത്തിലെ ബാറ്റിംഗ് ബൗളിംഗ് പ്രകടനങ്ങൾക്കപ്പുറം അണിയറയിൽ നടക്കുന്ന അതിശക്തമായ മാനസിക യുദ്ധങ്ങളുടെയും മൂടിവെക്കപ്പെട്ട യാഥാർത്ഥ്യങ്ങളുടെയും ചുരുളയക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇരു ടീമുകളും തങ്ങളുടെ ആദ്യ സൂപ്പർ 8 മത്സരത്തിൽ പരാജയപ്പെട്ട് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്ന് ജനുവരി 26 വ്യാഴാഴ്ച വൈകുന്നേരം 7 മണിക്ക് നടക്കുന്ന ഈ മത്സരം വെറുമൊരു പോരാട്ടമല്ല, മറിച്ച് ഇരു ടീമുകളുടെയും അഭിമാനത്തിന്റെയും നിലനിൽപ്പിന്റെയും പ്രശ്നമാണ്. എന്നാൽ ഈ അഗ്നിപർവ്വതത്തിലേക്ക് എണ്ണയൊഴിച്ചത് സിംബാബ്വെ ക്യാപ്റ്റൻ സിക്കന്ദർ രാസയുടെ ഒരു പത്രസമ്മേളനമാണ്. മത്സരത്തിന് മുൻപേ തന്നെ ഇന്ത്യൻ ആരാധകരെ ഒന്നടങ്കം പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വെല്ലുവിളിയാണ് രാസ ഉയർത്തിയത്. ഓസ്ട്രേലിയയെയും ശ്രീലങ്കയെയും പോലെയുള്ള വമ്പന്മാരെ അട്ടിമറിച്ചാണ് തങ്ങൾ വരുന്നതെന്നും നിലവിൽ ഫോമിലില്ലാത്ത ഇന്ത്യൻ ടീമിനെ സ്വന്തം നാട്ടിൽ വെച്ച് തന്നെ തകർക്കാൻ തങ്ങൾക്ക് യാതൊരു ഭയവുമില്ലെന്നുമായിരുന്നു രാസയുടെ അഹങ്കാരം നിറഞ്ഞ വാക്കുകൾ. സ്വന്തം നാട്ടിലെ കാണികളുടെയും അന്തരീക്ഷത്തിന്റെയും സമ്മർദ്ദമൊന്നും സിംബാബ്വെയെ ബാധിക്കില്ലെന്നും പേടിയില്ലാതെ കളിക്കുന്നതാണ് തങ്ങളുടെ കരുത്തെന്നും രാസ തുറന്നടിച്ചപ്പോൾ ക്രിക്കറ്റ് ലോകം ശരിക്കും ഞെട്ടി. എന്നാൽ ഇതിന് ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവ് നൽകിയ ചുട്ട മറുപടി ഏതൊരു ഇന്ത്യൻ ആരാധകന്റെയും രോമാഞ്ചമുണർത്തുന്നതായിരുന്നു. 1-2 മത്സരങ്ങൾ തോൽക്കുമ്പോഴേക്കും എല്ലാവരും ഞങ്ങളെ തോൽപ്പിക്കാൻ സ്വപ്നം കണ്ടു തുടങ്ങും. സ്വപ്നം കാണുന്നത് നല്ലതാണ്, എന്നാൽ യാഥാർത്ഥ്യം ലോകത്തിനറിയാമെന്ന് പുഞ്ചിരിയോടെ പറഞ്ഞ സൂര്യകുമാർ തങ്ങൾ മൈക്കിലൂടെയല്ല മൈതാനത്താണ് മറുപടി പറയാറുള്ളതെന്ന് കൃത്യമായി വ്യക്തമാക്കി. ഇന്ത്യക്കെതിരെ കളിക്കുമ്പോൾ എല്ലാ ടീമുകളും അവരുടെ 200% പുറത്തെടുക്കാറുണ്ടെന്നും ആ സമ്മർദ്ദത്തെ അതിജീവിക്കാൻ ടീം ഇന്ത്യക്ക് നന്നായി അറിയാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചരിത്രവും കണക്കുകളും പരിശോധിച്ചാൽ യാഥാർത്ഥ്യം സൂര്യകുമാറിന്റെ വാക്കുകളെ ശരിവെക്കുന്നതാണ്. ഇതുവരെ നടന്ന 13 T20 ഇന്റർനാഷണൽ മത്സരങ്ങളിൽ 10 എണ്ണത്തിലും ഇന്ത്യയാണ് വിജയിച്ചത്. സിംബാബ്വെ വെറും 3 എണ്ണത്തിൽ ഒതുങ്ങി. മാത്രമല്ല 2024 സിംബാബ്വെയുടെ നാട്ടിൽ പോയി 4-1 എന്ന മാർജിനിൽ പരമ്പര നേടിയതിന്റെ ആത്മവിശ്വാസവും ഇന്ത്യക്കുണ്ട്. T20 ലോകകപ്പ് ചരിത്രത്തിൽ 2022 മെൽബണിൽ വെച്ച് ഇരുവരും ഏറ്റുമുട്ടിയപ്പോൾ സൂര്യകുമാർ യാദവിന്റെ തന്നെ പുറത്താവാതെയുള്ള 61 റൺസിന്റെ വെടിക്കെട്ട് ഇന്നിംഗ്സ് മികവിൽ 186 റൺസ് നേടിയ ഇന്ത്യ സിംബാബ്വെ വെറും 115 റൺസിന് എറിഞ്ഞൊതുക്കി 71 റൺസിന്റെ കൂറ്റൻ വിജയമാണ് സ്വന്തമാക്കിയത്. ഇതിനെല്ലാം പുറമെ ഇന്ത്യൻ മണ്ണിൽ സിംബാബ്വെ ആദ്യമായിട്ടാണ് ഒരു T20 മത്സരം കളിക്കാനിറങ്ങുന്നതെന്ന സത്യം രാസയുടെ വെല്ലുവിളികളുടെ മുനയൊടിക്കുന്നതാണ്. ഈ വാക്പോരുകൾക്കും കണക്കുകൾക്കും അപ്പുറം ചെന്നൈയിലെ സ്പിന്നിനെ തുണയ്ക്കുന്ന പിച്ചിൽ മലയാളി ആരാധകർക്ക് ആവേശം പകരാൻ കാത്തിരിക്കുന്ന ഒരു വലിയ ഘടകമുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം സഞ്ജു സാംസണാണ്. സ്പിന്നർമാരെ അതിവിദഗ്ധമായി നേരിടാൻ അപാരമായ കഴിവുള്ള സഞ്ജുവിന്റെ സാന്നിധ്യം ഇന്ന് സിംബാബ്വിയൻ ബൗളർമാർക്ക് വലിയൊരു പേടി സ്വപ്നമായി മാറും. മധ്യനിരയിൽ കളി തിരിക്കാൻ കെൽപ്പുള്ള സഞ്ജുവിന്റെ ബാറ്റിൽ നിന്നുള്ള ഒരു വമ്പൻ ഇന്നിംഗ്സ് തന്നെയാണ് സ്റ്റാർ സ്പോർട്സ് നെറ്റ്വർക്കിലൂടെയും ജിയോ ഹോട്ട്സ്റ്റാറിലൂടെയും കളി കാണാനിരിക്കുന്ന ലക്ഷക്കണക്കിന് ആരാധകർ ഇന്ന് പ്രതീക്ഷിക്കുന്നത്. 2023 ഏകദിന ലോകകപ്പിൽ ഫൈനൽ വരെ തോൽവി അറിയാതെ കുതിച്ചതിനു ശേഷം അവസാന നിമിഷം കിരീടം കൈവിട്ടുപോയ ആ വലിയ വേദന ഇപ്പോഴും ഓരോ ഇന്ത്യൻ ആരാധകന്റെയും മനസ്സിലുണ്ട്. അതുകൊണ്ടുതന്നെ സൂപ്പർ 8ലെ ആദ്യ മത്സരത്തിൽ കിട്ടിയ ഈ തോൽവി ഇന്ത്യക്കൊരു വലിയ പാഠമാണ്. തോൽവികളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് പൂർവാധികം ശക്തിയോടെ തിരിച്ചുവരാൻ ഇന്ത്യൻ ടീമിന് എപ്പോഴും കഴിയാറുണ്ട്. സിംബാബ്വെയുടെ മാനസിക യുദ്ധങ്ങളെയും തന്ത്രങ്ങളെയും പൊളിച്ചടുക്കാൻ പൂർണ്ണ സജ്ജരായാണ് ഇന്ത്യ ഇന്ന് കളത്തിലിറങ്ങുന്നത്. ക്യാപ്റ്റന്മാർ തമ്മിലുള്ള ഈ രൂക്ഷമായ വാക്പോരിന്റെ പശ്ചാത്തലത്തിൽ മൈതാനത്തിന്ന് തീ പാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സുഹൃത്തുക്കളെ, നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇന്നത്തെ ഈ ജീവൻ മരണ പോരാട്ടത്തിൽ ടീം ഇന്ത്യ എത്ര റൺസിന്റെ വ്യത്യാസത്തിൽ സിംബാബ്വെയെ തകർത്തെറിയുമെന്നാണ് കരുതുന്നത്? അതുപോലെ തന്നെ സൂര്യകുമാറും നമ്മുടെ സ്വന്തം സഞ്ജു സാംസണും ഇന്ന് എത്ര റൺസ് വീതം നേടുമെന്നും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ലോകത്തിന്റെ കാണാപ്പുറങ്ങളിലെ സത്യങ്ങളും ഇത്തരം ആവേശകരമായ വാർത്തകളും ആദ്യം തന്നെ അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.